തനിക്കൊന്നുമില്ല. നമ്മളിത് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. കാർ എവിടെ? ലിയ, കണ്ണ് തുറക്ക് ലിയ. തനിക്കൊന്നുമില്ല ലിയ, കണ്ണ് തുറക്ക്. സർ പ്ലീസ് മൂവ്. നമുക്കൊന്ന് എമർജൻസി റൂമിൽ കൊണ്ടുപോകണം. ശരി സിസ്റ്റർ, കൊണ്ടുപോയിക്കോ. ദൈവമേ, എന്റെ ലേക്കൊന്നും സമ്മതിക്കല്ലേ. എല്ലാത്തിനും കാരണം ഈ നാം മാത്രം. അലക്സ് അല്ല അത്. ഇവനെന്ത് പറ്റി? ഇവനെന്തിനാ ഇങ്ങനെ കരയുന്നേ? എടാ അലക്സേ, നീ എന്താടാ ഇവിടെ? ജേസ, നീയോ? നീ എന്താ ഇവിടെ? അത് എന്റെ ചേച്ചി ഇവിടെ അഡ്മിറ്റഡ് ആയി കിടക്കുക. ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു. സോ പെയിൻ വന്നപ്പോ ഇവിടെ കൊണ്ടുവന്നതാ. അതൊക്കെ ഇവിടെ. നീ എന്താ ഇവിടെ? നീ എന്താ ഇങ്ങനെ കരയുന്നേ? എടാ അത് പിന്നെ ലിയ അവക്ക് എന്ത് പറ്റി? അവൾക്ക് ഞാനും കൂടെ വരാം. ഇതൊന്ന് കിട്ടിക്കോട്ടെ. വണ്ടി ഇതാ ലിയക്ക് സംഭവിച്ച്. എടാ നീ ടെൻഷൻ ആവാതിരിക്കേ. ചെറിയൊരു ആക്സിഡന്റ് അല്ലേ, അവക്കൊന്നും സംഭവിക്കില്ല. ഞാനാ എല്ലാത്തിനും കാരണം. ഞാൻ അവളെ ഒറ്റക്കാക്കി പോകരുതായിരുന്നു. അവള് പറഞ്ഞതാ അവളും കൂടി വരാന്ന്. ഞാനത് ശ്രദ്ധിച്ചില്ല. എടാ അങ്ങനൊന്നുമില്ല, നീ കരയാതിരിക്ക്. നിന്റെ കയ്യില് ഫോണുണ്ടോ? ഉണ്ട്. എന്നാ അതിങ്ങതാ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ ജാക്ക്, അവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. വേണ്ടടാ, അതിനൊന്നും ആവശ്യമില്ല. അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട. നീ ഒന്ന് ചുമ്മാതിരിക്കേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ജാക്ക് അല്ലേ? ആ അതെ. ഇതാരാ? ഞാന് ലിയയുടെ ഫ്രണ്ടാ, ജെയ്സൺ. ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ ഇവിടെ എത്തും. നീ ടെൻഷൻ ആവാതിരിക്കേ. എടാ ലിയ, അവക്ക് എന്തെങ്കിലും പറ്റുമോ? അവക്കെന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ലടാ, ദൈവം കാത്തോളൂ അവളെ. നീ ടെൻഷൻ ആവാതിരിക്കേ. ആ ജാക്കെത്തിയല്ലോ. എടാ അലക്സേ, എന്താടാ ലിയക്ക് പറ്റിയേ? ജാക്കെ, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, അവക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചതാ. വലിയ രീതിയിൽ ബ്ലഡൊക്കെ പോയെന്നാ പറഞ്ഞേ. എടാ അലക്സേ, ഒന്നുമില്ലടാ, ചെറിയൊരു ആക്സിഡന്റ് അല്ലേ, അവക്കൊന്നും സംഭവിക്കില്ല. എടാ ജാക്കെ, ഞാനാ എല്ലാത്തിനും കാരണം. എനിക്കാളെ ഒന്നുകൂടി ശ്രദ്ധിക്കായിരുന്നു. എടാ അങ്ങനൊന്നില്ല മച്ചാ, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ ചുമ്മാതിരുന്നേ, കരയാതിരിക്കേ. എടാ അവക്കിതുവരെ ബോധം വന്നിട്ടില്ല. അവക്ക് എന്തേലും വെടിയുണ്ടേ, ചുമ്മാതിരുന്ന നീ. അവക്കൊന്നും സംഭവിക്കില്ല. എന്തേ സിസ്റ്റർ വരുന്നുണ്ടല്ലോ. സിസ്റ്റർ ലിയക്കിപ്പോ എങ്ങനെയുണ്ട്? അവക്ക് ബോധം വന്നോ? ഇല്ല, പേഷ്യന്റ് ട്രീറ്റ്മെന്റിലാ. സിസ്റ്റർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി, ഇപ്പൊ പറ്റില്ല. ഉള്ളിലെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് സോറി. സിസ്റ്റർ പ്ലീസ് സിസ്റ്റർ. അത് അലക്സേ, നീ ഇങ്ങനെ ടെൻഷൻ ആയാലോ? നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നീ ഇങ്ങനെ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ ആ വണ്ടി എന്നെയാണ് എടുക്കാൻ വന്നേ. നീ അത് തടയാൻ നിന്നോണ്ടാ ഇപ്പോ അവക്ക് ഇങ്ങനെയൊക്കെ. എടാ അവള് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവളിങ്ങനെയൊക്കെ ചെയ്തത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ. എന്നാലും വേണ്ടിയിരുന്നില്ല ഒന്നും. ഞാൻ അവളോട് പറഞ്ഞതാ എന്റെ ലൈഫിലോട്ട് വരല്ലേന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നിന്റെ മനസ്സിന്ന് അവള് പോവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ തോന്നുന്നുണ്ടോ? അത് പിന്നെ ഇല്ലടാ, പോയില്ല.
അതെനിക്ക് നല്ലതുപോലെ അറിയാം നിനക്ക് അവളെ എന്തുമാത്രം ഇഷ്ടമാണ്. ആടാ, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? അത് ചേച്ചിയുടെ ഡെലിവറി ഡേറ്റ് നാളെയാ, അതിനെ പറ്റി പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ അത് ശരി. എടാ ഒരു മിനിറ്റ്, ക്ലാര വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാം. നീ ഒന്ന് അലക്സിനെ ശ്രദ്ധിക്ക്. ആടാ ശരി, ഞാൻ നോക്കിക്കോളാം. ആ ഹലോ. ജാക്ക്, ലിയക്കിപ്പോ എങ്ങനെയുണ്ടടാ? ഒന്നും പറഞ്ഞില്ലടി, ഇപ്പോ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. വേണ്ടടി, നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരുമെന്ന് വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ നാളെ വന്നാ മതി. ജാക്ക്, അത് പിന്നെ എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലടാ, അതുകൊണ്ടാ. വേണ്ട ക്ലാരെ, നീ ഞാൻ പറയുന്ന കേക്ക്. ഇപ്പോ ഈ രാത്രി നീ ഇങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ജാക്ക്, എടാ എന്റെ ലിയക്കൊച്ച്. ഒന്നുമില്ല ക്ലാരെ, നീ ടെൻഷൻ ആവാതിരിക്കേ. ഞാൻ നിന്നെ നാളെ വിളിക്കാം, നീ വെച്ചോ. അലക്സ്, നീ ഇതൊരു ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എന്തേലും പോയി വാങ്ങിച്ചിട്ട് വരട്ടെ? ഇല്ലടാ, കഴിച്ചിട്ടില്ല, എനിക്കൊന്നും വേണ്ട. എടാ നീ ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെയാ? സമയം ഇപ്പോ 11 മണി കഴിഞ്ഞു. വേണ്ട ജെയ്സ, എനിക്കൊന്നും വേണ്ട. നീ പോയി എന്തേലും കഴിച്ചിട്ടോ. അലക്സെ, നീ പറയുന്ന കേക്ക്. വേണ്ട ജെയ്സ, നീ അവനെ വെറുതെ നിർബന്ധിക്കണ്ട. അവനിക്കിപ്പോ ഈ സിറ്റുവേഷനിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല. വിശക്കുവാണെ നമ്മൾ രണ്ടുപേരും പോയി പിന്നെ കഴിച്ചോളാം. എന്നാ പിന്നെ ഞാനും കഴിക്കുന്നില്ലടാ. ഏയ് അത് വേണ്ട, നിനക്ക് വിശക്കുന്നുണ്ടാവില്ലേ, നീ പോയി കഴിച്ചോടാ. ഏയ് ഇല്ലടാ, കുറച്ചു മുമ്പ് ഞാൻ ചായ കുടിച്ചതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കേട്ടപ്പോ എന്തോ വിശപ്പില്ല. എനിക്കും അതെ. ജാക്കെ, ക്ലാര എന്താ പറഞ്ഞേ? അവക്ക് നല്ല ടെൻഷൻ ഉണ്ടടാ. അവളെ ശബ്ദമൊക്കെ ഇടറിയിരിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നതാ. പിന്നെ ഞാൻ പറഞ്ഞതാ നാളെ വന്നാ മതിയെന്ന്. അതുകൊണ്ടാ അവള് വരാനെ. അല്ലേ പിന്നെ ഈ രാത്രി തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നേനെ. അതേതായാലും നന്നായി, അവളും കൂടി ഇങ്ങോട്ടേക്ക് വന്നാ പിന്നെ. ആടാ, അതറിയാവുന്നോണ്ട് തന്നെയാ ഞാൻ അവളോട് ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞേ. നിന്നെപ്പോൾ തന്നെ ജീവനാടാ അവക്കില്ലേ. നീളപ്പോ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും. അല്ലേലും ഞാനൊരു പുലിക്കുട്ടിയല്ലേ, എന്നെ ആരെങ്കിലും വന്നത് തൊട്ട് നോക്കട്ടെ, അപ്പൊ അറിയാം വിവരം. ഞാനേ വെടിയുണ്ട് അലക്സിന്റെ പെണ്ണ, സോ അതിന്റേതായ ഒരു തന്റെ ഇടം കാണാതിരിക്കോ? ഞാനിത് എവിടെയാ? അലക്സ് എവിടെ? അലക്സ്, അലക്സ് എവിടെ പോയി? ലിയ, റിലാക്സ്. താനിങ്ങനെ മൂവ് ചെയ്യല്ലേ, ഒരുപാട് സ്റ്റിച്ച് ഉണ്ട്. സ്റ്റിച്ചോ? അതിന് മാത്രം എനിക്കെന്താ പറ്റിയേ? എന്റെ അലക്സ് എവിടെ? അവനെന്തെങ്കിലും പറ്റിയോ? തന്റെ ഫ്രണ്ട്സ് ഒക്കെ പുറത്തുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. സിസ്റ്റർ, എനിക്കൊന്ന് അവരാരെങ്കിലും കാണാൻ പറ്റുമോ? അലക്സിനെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ലിയ, അതിപ്പോ താനിപ്പോഴും ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടില്ല. ഇപ്പൊ ആരെയും അകത്തേക്ക് കയറ്റണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നേ. സിസ്റ്റർ പ്ലീസ് സിസ്റ്റർ, എനിക്ക് ആരെങ്കിലും ഒന്ന് കാണണം. പ്ലീസ് സിസ്റ്റർ, എനിക്ക് ആരെങ്കിലും ഒന്ന് കാണിച്ചെത്താ. ലിയ, താനിങ്ങനെ റേസ് ആവാതെ, ഒരുപാട് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങാനും ഇളകിയാ പിന്നെ ആകെ പ്രശ്നമാവും. സിസ്റ്റർ പ്ലീസ്, എനിക്കൊന്ന് ആരെങ്കിലും കണ്ടാ മതി. അലക്സ് ഉണ്ടാവില്ലേ പുറത്ത്? ഡോക്ടർ പ്ലീസ്, ഡോക്ടർ അവനൊന്ന് വിളിക്കാൻ പറ്റുമോ പ്ലീസ്? മോളെ പറയുന്ന മനസ്സിലാക്ക്. അവരൊന്നും എണീറ്റ് കാണത്തില്ല. ഇപ്പോ ടൈം ആവുന്നതല്ലേ ഉള്ളൂ. അവരിന്നലെ ലേറ്റ് ആയിട്ടാവും കിടന്നിട്ടുണ്ടാവുക. എനിക്ക് ഇവിടെ കിടന്ന് എന്തോ വിയർപ്പ് മുട്ടുന്ന പോലെ. എനിക്ക് ആരെങ്കിലും ഒന്ന് കണ്ടാ മതി ഡോക്ടർ പ്ലീസ്. ഏയ് കുട്ടി, ഇങ്ങനെ പാനിക് ആവാതെ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാരെയും കാണാലോ. ഇപ്പൊ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെന്താ? പിന്നെ ഡോക്ടർ, പുറത്ത് ആരൊക്കെയുണ്ട്? പുറത്ത് 3 പയ്യന്മാര് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 3 പയ്യന്മാരോ? അലക്സും ജാക്കും അല്ലാതെ വേറെ ആരാ? എന്നാ പിന്നെ മോള് റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി ഡോക്ടർ. ജാക്ക്, ജെയ്സൺ അവിടെ പോയി? അവനവന്റെ ചേച്ചിയുടെ റൂമിലേക്ക് പോയേക്കോടാ. ഇന്നല്ലേ ഡെലിവറി. ആ അത് ശരിയാ. എടാ
അലക്സ് എവിടെയുണ്ട് ലിയ? അവക്കിപ്പോ എങ്ങനെയുണ്ട്? ആ നീ എത്തിയോ? എടാ ലിയക്കിപ്പോ എങ്ങനെയുണ്ട്? അവക്ക് ബോധം വന്നോ? ഒന്നും പറഞ്ഞില്ലടി. ഇന്നലെ ഫുള്ള് ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്ന് പറയാന്നാ പറഞ്ഞേ. ഇന്നലെ ഐസിയിലേക്ക് മാറ്റിയായിരുന്നു. ഐസിയുലോ? അതിന് മാത്രം അവക്ക് എന്താടാ പറ്റിയേ? പേടിക്കാൻ മാത്രം ഒന്നുമില്ലടി. ജസ്റ്റ് ഒന്ന് ഐസിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. കൊറേ ബ്ലഡ് ഒക്കെ പോയതല്ലേ. ഇന്നലെ അവള് ഭയങ്കര സന്തോഷത്തിലായിരുന്നടാ. അലക്സിനെ മീറ്റ് ചെയ്യാം, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവള്. എന്നോട് പറഞ്ഞതാ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാന്ന്. പക്ഷെ ഇപ്പൊ അവള് ക്ലാരെ, ഒന്നാമത് അലക്സ് ഭയങ്കര സങ്കടത്തിലാ. പിന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ കൂടുതൽ തളർത്തല്ലേ. അയ്യോ അലക്സ്, ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സോറി. അതൊന്നും കുഴപ്പമില്ല ക്ലാരെ. എനിക്ക് മനസ്സിലാവും തന്റെ സിറ്റുവേഷൻ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ എടുക്കാതിരിക്കേ. അതിന് മാത്രം അവക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ദേ ഇപ്പൊ ഡോക്ടർ വരും. നമുക്ക് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. ഡോക്ടർ വരുന്നുണ്ട്. ആ ഡോക്ടർ ലിയക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവക്ക് ബോധം വന്നോ? ആ പേഷ്യന്റിനിപ്പോ കുറച്ചു മുമ്പ് ബോധം വന്നതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ അവക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചധികം സ്റ്റിച്ച് ഉണ്ട്. അതുകൊണ്ട് ബോഡി അങ്ങനെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഓ പിന്നെ ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? അതിപ്പോ താനാണോ ഈ അലക്സ്? ആ അതെ ഡോക്ടർ, ഞാനാ. ആ തന്നെ കാണണമെന്ന് പേഷ്യന്റ് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ പേഷ്യന്റ് നല്ല ഉറക്കത്തിലാ. ഉണർന്നാ തനിക്ക് കയറി കാണാം. ഓ ശരി ഡോക്ടർ, താങ്ക് യു. പിന്നെ താനൊന്ന് എന്റെ കൂടെ റൂമിൽ വരെ വരണം കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ശരി ഡോക്ടർ, വരാം. എടാ എന്നാ പിന്നെ ആടാ നീ പോയിട്ടോ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ഡോക്ടർ കേറിക്കോട്ടെ. ആടോ ഇരിക്കെ. ഡോക്ടർ എന്തിനായിരുന്നു വിളിച്ചത്? അത് പിന്നെ നിങ്ങളൊക്കെ പേഷ്യന്റിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഇവിടുത്തെ ബില്ലും ടാക്സും ഒക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല ക്യാഷ് ആവും. അത് നിങ്ങൾ സ്റ്റുഡൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നേ? അത് പിന്നെ ഡോക്ടർ എനിക്കറിയാം, കുറച്ച് ബുദ്ധിമുട്ടാ. പേഷ്യന്റിന്റെ പാരന്റ്സിന്റെ വിവരം അറിയിച്ചായിരുന്നോ? ഇല്ല ഡോക്ടർ, ഇതുവരെയും ആരെയും അറിയിച്ചിട്ടില്ല. എന്നാ പിന്നെ അധികം വൈകണ്ട, ഇപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇവിടുത്തെ റൂമിന്റെ ക്യാഷും ഡിസ്ചാർജ് ബില്ലും മെഡിസിൻ ബില്ലും ഒക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല ക്യാഷ് ആവും. അതൊന്നും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആ ശരി ഡോക്ടർ, അവരെ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് വരാൻ പറയാം. ആ എന്നാ പിന്നെ തമ്പൊക്കോ. ശരി ഡോക്ടർ, താങ്ക് യു. പിന്നെ അവളെ അമ്മയെ ക്ലാര തന്നെ വിളിച്ച് പറയട്ടെ, നമ്മളെ വിളിച്ചാൽ ശരിയാവില്ല. ആ അത് ശരിയാ. എന്നാ പിന്നെ ക്ലാര എന്നെ വിളിച്ചിട്ട് പറയട്ടെ. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞേക്ക്. വെറുതെ അവരെയും കൂടി ടെൻഷൻ ആക്കണ്ട. ആ ശരി അലക്സ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ അലക്സ് ആരായിരുന്നു? ഞാനാ സിസ്റ്റർ. കുറച്ചു മുമ്പ് പേഷ്യന്റ് ഒന്നും തന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. തനിക്ക് കയറി കാണാം. ആ ശരി സിസ്റ്റർ, എന്നാ പിന്നെ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ആ അലക്സ് ചില്ല്. ലിയോ സോറി ലിയോ, ഞാൻ കാരണം തനിക്കിപ്പോ ഇങ്ങനെയൊക്കെ. അലക്സ് അലക്സ് നീ വന്നോ? ലിയ തനിക്കിപ്പോ എങ്ങനെയുണ്ട്? നല്ല പെയിൻ ഉണ്ടോ? ഇപ്പോ കുഴപ്പമില്ല അലക്സ്. മേലും കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പൊ നല്ല വേദനയുണ്ട്. ലിയ താൻ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ? അതുകൊണ്ടല്ലേ തനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എന്താ അലക്സ് നീ പറയുന്നേ? നീ ഒരു മനുഷ്യനല്ലേ? നിനക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് സംഭവിച്ചാലാണോ നിനക്ക് പ്രശ്നം? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ ശ്രമിച്ചേ. നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. അതുകൊണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി എനിക്ക്. നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലേ, പിന്നെ ഞാൻ എന്തിനാ? എന്നാലും ഞാൻ തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചായിരുന്നേ, തന്റെ ഈ ആക്സിഡന്റ് എനിക്ക് ഒഴിവാക്കായിരുന്നു. എന്താ അലക്സ് നീ വീണ്ടും നിന്നെ തന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇങ്ങനെ കരയാൻ മാത്രം എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാനിപ്പോ ഓക്കെയാ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നിന്റെ മുഖമൊക്കെ എന്താ അലക്സ് വല്ലാതിരിക്കുന്നേ? നീ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലടോ, എനിക്കെങ്ങനെ ഉറക്കം വരാനോ? ഞാൻ മാത്രമല്ല, ജാക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോ നീ ഒന്നും
കഴിച്ചും കാണത്തില്ല അല്ലേ? അത് എന്താ അലക്സ്, നീ എന്തേലും പോയി കഴിക്ക്. നീ കഴിച്ചില്ലേ ഞാനൊന്നും കഴിക്കില്ല കേട്ടോ. ആടോ, ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചില്ലെന്ന് കരുതി താനൊന്നും കഴിക്കാതിരിക്കരുത് കേട്ടോ. ഇല്ല. അല്ല, പുറത്ത് നീയും ജാക്കല്ലാതെ വേറെ ആരുള്ളത്? വേറെ ക്ലാര ഉണ്ട്, അവളിപ്പോ വന്നതേ ഉള്ളൂ. ക്ലാര വന്നിട്ടുണ്ടോ? എനിക്കൊന്ന് അവളെ കാണണമായിരുന്നു. നീ ഒന്ന് അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയോ? ലിയ, താനിപ്പോ ഐസിയുല. ഇവിടെ ഒരുപാട് പേരൊന്നും കേറ്റത്തില്ല, ഒരാളെ മാത്രമേ കേറ്റൂ. ഐസിയുലോ? താൻ പേടിക്കണ്ട, ഇന്ന് രാത്രി തന്നെ റൂമിലോട്ട് മാറ്റും. പിന്നെ പപ്പയും അമ്മയും എല്ലാം അറിഞ്ഞോ? ഇല്ല, ക്ലാരോട് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐസിയിലെന്നൊക്കെ പറഞ്ഞ അവര് ടെൻഷൻ ആവും അലക്സ്. ഞാൻ എന്താ അവരോട് പറയാ? താനൊന്നും പറയണ്ട, അതൊക്കെ ക്ലാര പറഞ്ഞോളും. ഈ സിറ്റുവേഷനിൽ തന്നോടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. തന്റെ പപ്പയും അമ്മയും വന്നിട്ട് എന്നെ അവിടെ കണ്ടാൽ ശരിയാവില്ല. അലക്സ്, നീ ഇതെങ്ങോട്ടാ? നീ എവിടേക്കും പോണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. എടോ, തന്റെ പാരന്റ്സ് വന്നാ എനിക്ക് അവര് ഫേസ് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ പോകുന്നത് നല്ലത്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം അലക്സ്, നീ എവിടേക്കും പോവല്ലേ പ്ലീസ്. ലിയ, എനിക്ക് ഇവിടുന്ന് പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്കിപ്പോ പോയേ പറ്റൂ. അതുകൊണ്ടാ, താനൊന്ന് മനസ്സിലാക്ക്. അലക്സ്, നിനക്ക് പോവാതിരുന്നൂടെ? താൻ വേറെ ടെൻഷൻ ആവണ്ട. തന്റെ അമ്മ വരുമ്പോ തന്റെ ഫോൺ കൂടി എടുക്കാൻ പറയാം. റൂമിലെത്തി ഈ സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ഈ കെട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ താൻ എന്നെ വിളിക്കേ. അല്ല വേണ്ട, ഞാൻ വിളിക്കാം. ശരി അലക്സ്, നീ വിളിക്കണം. എനിക്ക് ചിലപ്പോ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റത്തില്ല. ആടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. എനിക്ക് തന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എക്സ്ക്യൂസ് മീ, പേഷ്യന്റിന് അധിക നേരം ഓവറായിട്ട് സംസാരിച്ചുകൂടാന്നാ ഡോക്ടർ പറഞ്ഞേ. പിന്നെ നമുക്കൊരു ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ട്. താനൊന്ന് പുറത്തു പോവാണേ. ശരി സിസ്റ്റർ, ഇപ്പൊ ഇറങ്ങാം. ഒരു 5 മിനിറ്റ്. ഓക്കെ. എന്നാ പിന്നെ ഞാൻ പോട്ടേടോ. ശരി അലക്സ്, നീ വെറുതെ എന്നെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവൊന്നും വേണ്ട കേട്ടോ. ഇല്ലടോ. എന്നാ പിന്നെ ശരി. ലവ് യു, മിസ് യു. ലവ് യു ടു, മിസ് യു ടു അലക്സ്. താനെങ്ങനെ പുലിക്കുട്ടിയാവുന്നേ? താനേ മുയൽക്കുട്ടിയാ, മുയൽക്കുട്ടി.